ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പം ഇന്നൊരു വേറൊരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ സാധാരണ ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് മാറിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇത് എത്ര പേർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നമുക്ക് എപ്പോഴും ഈ മമ്മൂട്ടി മോഹൻലാൽ കുറ്റം പറയലും അല്ലെങ്കിൽ ഉള്ളത് പറയണതാണ് കുറ്റമല്ല, അങ്ങോട്ട് ഉള്ളത് പറഞ്ഞാലും കുറ്റമാണല്ലോ. അപ്പോൾ അങ്ങനെ പറയലും അപ്പം ഇങ്ങോട്ട് ഫാൻസുകാർ കാണലും അത്ര മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നമുക്ക് പബ്ലിക്കായിട്ട് കുറേ കാര്യങ്ങൾ പറയണ്ടേ. ഞാൻ ഒന്ന് രണ്ട് തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതൊന്നും സക്സസ് ആയില്ല. വീണ്ടും പറയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് പറയണതാണ്. എന്തായാലും നിങ്ങൾ മിക്കവരും കണ്ടിട്ടുള്ളവരായിരിക്കും. എന്തായാലും നമ്മൾ പ്രായഭേദമന്യേ ഇപ്പോഴുള്ള ആളുകളൊക്കെ കാണുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ആളറിയാമോ? ലക്ഷ്മി ദീപ്ത എന്ന് പറഞ്ഞുള്ള അവരറിയോ? ഇവരൊക്കെ നിങ്ങളറിയോ? അറിയണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ലക്ഷ്മി ദീപ്ത എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരിയായൊരു പെൺകുട്ടിയാണ്, വളരെ ചെറുപ്പക്കാരിയായ പെൺകുട്ടി. അവർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണെങ്കിൽ വലിയൊരു അഡൽട്സ് ഓൺലി സിനിമ, അതായത് ബ്ലൂ ഫിലിംസ് സംവിധാനം ചെയ്യുന്ന ഒരു ലേഡിയാണത്. അവൾ എന്താ പറയുക, ബ്ലൂ ഫിലിംസ് സംവിധാനം ചെയ്യുന്നതിൻ്റെയൊക്കെ റീൽസ് ആദ്യം. അപ്പോൾ പല ഇങ്ങനെ നിൽക്കൂ, അങ്ങനെ കിസ് ചെയ്യൂ, ഇങ്ങനെ കാലിൻ്റെ ഭാഗം എടുക്കൂ, അങ്ങനെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഓർഡർ കൊടുക്കും. സംവിധായികയാണ് അവൾ തന്നെ കഥ തിരക്ക സംഭാഷണ സംവിധാനമൊക്കെ അവൾ തന്നെയാണ്. അവൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ റീൽസും ഇപ്പോൾ അവൾ പീസുകളായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ധാരാളം പെൺകുട്ടികളെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ധാരാളം ഉണ്ട് ഇതിൽ സ്ഥിരമായിട്ട് അഭിനയിക്കുന്നവർ. അങ്ങനെ ഒരു ധാരാളം വീഡിയോസ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്താണ് ശ്രദ്ധിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ വെബ് സീരീസ് എന്നാണ് അതിന് പേര് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു ലേഡീൻ്റെ, അത് നിങ്ങൾക്കറിയുണ്ടാവും, വളരെ വൃത്തികേടൊക്കെ കാണിച്ച് എല്ലാ ഭാഗങ്ങളും കാണിച്ച് വെള്ളത്തിൽ കുളിക്കുന്നതൊരു പേര് മറന്നൊരു മുസ്ലിം സ്ത്രീയാണ്. അവർ ഹിന്ദു പേരിലാണ് അറിയപ്പെടുന്നത്. പെട്ടെന്ന് പേര് മറന്നു. അപ്പോൾ അവർ ഞാൻ ഇപ്പോൾ ഇതേപോലെ തന്നെ കണ്ടു. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കണ്ടാൽ പിന്നെ പടപടാന്ന് അതിൻ്റെ സംഭവങ്ങൾ മൊത്തം വരില്ല. അതുകൊണ്ടാണ് അപ്പോൾ അത് കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഇതേപോലെ കുറേ വെടികൾ ലോഡ് കണക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. വെടികൾ എന്ന് പറഞ്ഞാൽ വെടികളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ഓൺലൈനിൽ. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ടാണ്. അതായത് നിങ്ങൾക്ക് പിന്നെ അറിയാൻ സാധിക്കും, ഗൾഫിലൊക്കെയുള്ള കുറേ വെടികൾ ഇതുപോലെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കണം. അപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ, ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ധാരാളം പേര് അത് അനുകരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കാലകത്താൻ ബുദ്ധിമുട്ടില്ലാത്ത ഇതുപോലുള്ള സ്ത്രീകളൊക്കെ അവരിപ്പോൾ ഇത് വലിയൊരു കാര്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ സ്വന്തമായിട്ട് കാണുന്നു. നിങ്ങൾക്ക് എപ്പോഴും വൈകുന്നേരം സമയങ്ങളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം, പൈസ അയച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഈ ലക്ഷ്മി ദീപ്തര അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം. ലക്ഷ്മി ദീപ്തര ഇങ്ങനൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, നല്ല സുന്ദരനായൊരു യുവാവാണ് അവൻ. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഇതുപോലുള്ള വീഡിയോസിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ലക്ഷ്മി ദീപ്ത എന്ന് പറഞ്ഞ ഈ ലേഡി, ഇവള് വലിയ സെറ്റപ്പായി. ഇവള് ഇപ്പോൾ ഇവൾക്ക് ഏകദേശം ഇവളുടെ തന്നെ സീരീസ് എന്ന് പറയുമ്പോൾ എന്തോ 100 സീരീസൊക്കെ ഇവള് ഡെയിലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശനി ഞായറും ഒരു ദിവസം പോലും ഇവൾക്ക് മുടക്കില്ല. അത്ര അധികം ആളുകളാണ് ഇവളുടെ പിന്നിലുള്ളത്, അഭിനയിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, അവളുടെ കുറേ പീസുകൾ കാണിക്കുന്നു അവളുടെ. അപ്പോൾ അവൾ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇവളും അതേപോലെ തന്നെ ഈ ഷേക്സ്പിയർ ആയിട്ടുള്ള പുതിയത് ഒരു വീഡിയോ വരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ അത് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെയും അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പിയിലൊക്കെ വേഷത്തിലാണ് ഇവർ അഭിനയിക്കുന്നത്. അതുപോലെ നിങ്ങൾ ക്രോപ്പ് ചെയ്തിട്ടൊരു മുടിയിട്ടിട്ടൊക്കെ ഒരു പെണ്ണ് വയറൊക്കെ ആയിട്ടൊരു വൃത്തികെട്ടൊരു ജന്തു കണ്ടുണ്ടായി. പേരൊന്നും നമുക്കറിയില്ല. അവളായിട്ടുള്ളതും ഈ പുതിയതൊരു വീഡിയോ ഈ ഷേക്സ്പിയറിനെ കൊണ്ടുവന്നിട്ട് അവളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് കണ്ടു. അതായത് നമ്മുടെ ഇത് ഫാത്തിമയില്ലേ, ഒരു വണ്ണം കുറഞ്ഞുള്ളത്, മറ്റേ ശബരിമലയിൽ കയറി എന്നൊക്കെ പറഞ്ഞുള്ള അവളിതുപോലെ അവളും ഈ ഗുണ്ടത്തീൻ്റെ ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടുള്ളത്, അവൾ കിടന്ന് ഇങ്ങനെ കടൽ തീരത്തൊക്കെ കിടന്ന് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ്. അവളെയും ഇറക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഷേക്സ്പിയറായിട്ട്. പക്ഷേ അവൾ ആദ്യം ഇംഗ്ലീഷിൽ ചായുന്ന ആവാട്ടം വളരെ നല്ലൊരു ഇതായിരുന്നു, അനുഭവമായിരുന്നു ഷേക്സ്പിയറായിട്ടുള്ള അനുഭവം. ഷേക്സ്പിയർ എന്ന് പറഞ്ഞ പയ്യനും
നല്ല സന്തോഷമായിട്ട് തന്നെ അവൻ തിരിച്ചു പോയി. അവന് ധാരാളം അവാർഡ് അതുകൾക്ക് റെക്കഗ്നേഷനൊക്കെ കൊടുത്ത് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവനെ ക്രിസ്മസ് സമയത്താണ് കൊണ്ടുവന്നത്. ഇവർ അടിച്ച് പൊളിച്ച് കുറേ വീഡിയോസൊക്കെ ഇവർ ചെയ്തിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബ് അതായത് ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ കുറേ നാളായി നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ആലോചിക്കുന്നു. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴും ഒരു പ്രാവശ്യം നോക്കിയത് കണ്ടതുകൊണ്ട് ഇതിപ്പോൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കാനും പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇതൊക്കെ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വഴിതെറ്റിക്കേണ്ട സംഭവമാണ്. എന്നാൽ വഴിതെറ്റൽ നമ്മൾ ആരെയും നിർബന്ധിച്ച് കാണിക്കുന്നതൊന്നുമല്ല ശരിക്കും. പക്ഷേ ഇത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ അറിയാം. താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ കാണാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ താല്പര്യമില്ലാത്തവർ കാണണ്ട. എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം. എന്നെ കുറ്റം പറയാനൊന്നും ആരും വരരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ AI വീഡിയോസ് ധാരാളം വീഡിയോസ് ഇതുപോലെ ധാരാളം ഡബിൾ മീനിങ് ആയിട്ട് ധാരാളം വരുന്നുണ്ട്. അക്രമമാണ് അത്. ചെറിയ പിള്ളേർ അത് വലിയ വയസ്സായ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ. അത് ഡബിൾ മീനിങ്ങിനുള്ള അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള സംഭവങ്ങളും വെള്ളയപ്പം, തേനപ്പം, പാലപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡബിൾ മീനിങ്ങിനൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമുക്ക് തമ്മിൽ അങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസായിട്ട് കൃഷി ചെയ്യുന്നു. ഓക്കെ.